ലൂർദിൽ സുബീരു എന്ന നിർധന കർഷക കുടുംബത്തിൽ 1844 ഫ്രാങ്കോയുടെയും ലൂയിസിൻ്റെയും മൂത്ത മകളായി മരിയ ബെർണദീത്ത ജനിച്ചു. ബെർണദീത്തയുടെ മാതാപിതാക്കൾ വിശാല മനസ്കരും ഉദാരമതികളുമായിരുന്നു. പിതാവ് ഫ്രാങ്കോയ്ക്ക് ഒരു മില്ലുണ്ടായിരുന്നു. ഈ ദമ്പതികൾക്ക് പിറന്ന 9 മക്കളിൽ 3 പേർ ശൈശവത്തിൽ തന്നെ മരണമടഞ്ഞു. മരിയ വളരെ ഉയരം കുറഞ്ഞ പെൺകുട്ടിയായിരുന്നു. അതിനാലാകാം അവളെ എല്ലാവരും പേരിൻ്റെ ചുരുക്കരൂപമായ ബെർണദീത്ത എന്ന നാമം മാത്രം വിളിച്ചതെന്ന് കരുതപ്പെടുന്നു. മരിയയുടെ ആരോഗ്യസ്ഥിതി മോശമെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ മരിയയ്ക്ക് കൂടുതൽ ഭക്ഷണവും പരിചരണവും നൽകിയിരുന്നു. എന്നാൽ തനിക്ക് ലഭിച്ചിരുന്ന ഭക്ഷണത്തിലെ അധിക പങ്ക് അവൾ സഹോദരങ്ങൾക്ക് നൽകുകയാണുണ്ടായത്. ബെർണദീത്തയ്ക്ക് 12 വയസ്സ് തികഞ്ഞപ്പോൾ ആടുകളെ മേയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു. ഒപ്പം ജപമാല ചൊല്ലുന്ന ശീലവും ഉണ്ടായിരുന്നു. കഠിന ജോലിയും ദുർബല ശരീരവും മൂലം വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു ബെർണദീത്തയുടെ ജീവിതം. അതോടൊപ്പം വിദ്യാഭ്യാസത്തിലും കുറവ് സംഭവിച്ചിരുന്നു. ജീവിതത്തിലുടനീളം അവൾ ഒരു ആസ്മ രോഗിയായിരുന്നു. പല സമയങ്ങളിലും ശ്വാസം കിട്ടാതെ വിഷമം അനുഭവിച്ചിരുന്നു. എങ്കിലും അവൾ സന്തോഷവതിയായാണ് കാണപ്പെട്ടിരുന്നതെന്ന് ബെർണദീത്ത ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ വളർത്തമ്മ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ബെർണദീത്തയ്ക്ക് 14 വയസ്സ് പൂർത്തിയായി. ഏതാനും ആഴ്ചകൾക്ക് ശേഷം അവൾ സ്വഭവനത്തിലേക്ക് തിരിച്ചു. പിന്നീടുണ്ടായ ചില സംഭവങ്ങളാണ് നാടകീയമായ രീതിയിൽ അവളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയത്. ഒരു ഫെബ്രുവരി 11 വൈകുന്നേരം തണുപ്പാർന്ന കാലാവസ്ഥ മൂലം ബെർണദീത്തയും 2 സുഹൃത്തുക്കളും ചേർന്ന് തീ കായാനുള്ള വിറക് ശേഖരിക്കാനായി പുറപ്പെട്ടു. നടന്ന് അവർ അറിയാതെ മസബിയല്ലിലെ ഗ്രോട്ടോയ്ക്ക് സമീപമെത്തി. അപ്പോൾ ബെർണദീത്ത കാറ്റിൻ്റെ ശക്തമായ പ്രവാഹം പോലെ ഒരു ശബ്ദം ശ്രവിക്കുകയും ഒപ്പം ഒരു തീവ്ര പ്രകാശവും കണ്ടു. ഭയത്തോടെ നിന്ന ബെർണദീത്തയുടെ കൺമുൻപിൽ തേജസ്സാർന്ന മുഖത്തോടെ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ട് അവൾ അത്ഭുത സ്തബ്ധയായി. വെള്ള നിറമുള്ള വസ്ത്രം ധരിച്ച് അരയിൽ നീല നിറമുള്ള കച്ച ചുറ്റി നിന്ന രൂപത്തിലാണ് പെൺകുട്ടിയെ കണ്ടത്. അവളുടെ പാദങ്ങളിൽ മഞ്ഞ റോസാപ്പൂക്കളും കയ്യിൽ ജപമാലയും ഉണ്ടായിരുന്നു. ഇത് കണ്ട ഉടനെ ബെർണദീത്ത പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ഉടൻ തന്നെ ദേവാലയത്തിൽ ചെന്ന് കുമ്പസാരത്തിനായി ബെർണദീത്തയെ ഒരുക്കുകയായിരുന്ന പുരോഹിതനോട് നടന്ന സംഭവം അറിയിച്ചു. പുരോഹിതൻ ഈ സംഭവം തൻ്റെ മേലധികാരിയായ വൈദികനോട് ചർച്ച നടത്തുവാൻ ബെർണദീത്തയുടെ അനുവാദവും വാങ്ങി. ഫെബ്രുവരി 11 നടന്ന ദർശനത്തിന് ശേഷം ബെർണദീത്ത ഫെബ്രുവരി 14 വീണ്ടും ഗ്രോട്ടോയിലേക്ക് പോയി. ഈ ദർശനങ്ങളാണ് ലൂർദിലെ അത്ഭുതം എന്ന പേരിൽ നമ്മൾ വണങ്ങുന്നത്. ഈ മാതാവാണ് ലൂർദിലെ മാതാവ് എന്ന് അറിയപ്പെടുന്നതും. 1879 ബെർണദീത്തയുടെ ആരോഗ്യം പൂർണ്ണമായും ക്ഷയിച്ചു. ഏപ്രിൽ 16 ഫ്രാൻസിലെ നെവേഴ്സിൽ വെച്ച് അന്തരിച്ച ബെർണദീത്തയുടെ ശരീരം ഇന്നും അഴുകാതെ സൂക്ഷിച്ചിരിക്കുന്നു. 1927 ജൂൺ 14 പിയൂസ് 11 മാർപ്പാപ്പ ബെർണദീത്തയെ വാഴ്ത്തപ്പെട്ടവളായും 1933 ഡിസംബർ 8 പിയൂസ് 11 മാർപ്പാപ്പ തന്നെ വിശുദ്ധയായും പ്രഖ്യാപിച്ചു. പരിശുദ്ധ കന്യകാമറിയമാണ് ബെർണദീത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതെന്ന് നമുക്കറിയാം. പരിശുദ്ധ കന്യകാമറിയത്തെ ഫ്രാൻസിലെ ലൂർദ് എന്ന പ്രദേശത്തുള്ള ജനങ്ങൾ അഭിസംബോധന ചെയ്തിരുന്ന പേരാണ് ലൂർദ് മാതാവ്. ക്രൈസ്തവ സഭയുടെ പ്രശസ്തമായ ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് ഇന്ന് ഫ്രാൻസിലെ ലൂർദ്. നഗരത്തിൽ നിന്നും 11 മൈൽ അകലെ വിറക് ശേഖരിക്കാൻ പോയ ബെർണദീത്തയ്ക്ക് അവളുടെ സഹോദര സുഹൃത്തിനും 1858 ഫെബ്രുവരി 11 ആദ്യമായി ദർശനമുണ്ടായ ഈ സ്ഥലമാണ് ലൂർദ് എന്ന പേരിൽ ഇന്നറിയപ്പെടുന്നത്. തുടർന്ന് 11 പ്രാവശ്യം ഇവർക്ക് ദർശനമുണ്ടായതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർഗമധ്യേയുള്ള ഒരു കൊച്ചരുവി കിടക്കുന്നതിന് രോഗിയായ ബെർണദീത്തയ്ക്ക് സാധ്യമല്ലാതിരുന്നു. അപ്പോൾ തന്നെയാണ് ഒരു കാറ്റ് വീശുകയും അടുത്തുള്ള ഗ്രോട്ടോയിലേക്ക് ചില വൃക്ഷങ്ങളുടെ ശാഖകൾ അവളെ മാടി വിളിക്കുന്ന പോലെ അവൾക്ക് തോന്നുകയും ചെയ്തത്. കണ്ണഞ്ചിപ്പിക്കുന്ന വെള്ള വസ്ത്രവും നീല നിറത്തിലുള്ള അരക്കെട്ടും തത്തുല്യമായ ഒരു ശിരോവസ്ത്രവും ധരിച്ച് ഒരു സ്വർണ്ണ ജപമാല കയ്യിലേന്തി ഒരു യുവതി നിൽക്കുന്നതായിട്ടാണ് ബെർണദീത്തയ്ക്ക് തോന്നിയത്. അത് പരിശുദ്ധ കന്യകാമാതാവായിരുന്നു. സ്വർണ്ണദീപ്തിയോട് കൂടിയൊരു പ്രകാശം ആ യുവതിയുടെ പാദത്തിൻ്റെ താഴെയുണ്ടായിരുന്നു. ആ സമയത്താണ് ബെർണദീത്തയും ആ യുവതിയും ഒരുമിച്ച് ജപമാല ചൊല്ലിയത്. ത്രിത്വസ്തുതി മാത്രമേ ആ യുവതി ചൊല്ലിയിരുന്നുള്ളൂ. ജപമാലയുടെ അന്ത്യത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് അല്പം ഒന്ന് കുനിഞ്ഞ് അവൾ തിരോധാനം ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിലാണ് 11 തവണയും ബെർണദീത്തയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. 9ാമത്തെ ദർശനത്തിൽ ഫെബ്രുവരി 25 ആ യുവതി ബെർണദീത്തയോട് പറഞ്ഞു, നീ ഈ ഉറവയിൽ നിന്നും കുടിക്കുക, ദേഹം കഴുകുക, അവിടെ കാണുന്ന സസ്യങ്ങൾ ഭക്ഷിക്കുക. അവിടെ ഇവയൊന്നും കാണാതിരുന്നതിനാൽ അവൾ അടുത്തുള്ള ഗേവു നദിയുടെ അടുത്തേക്ക് പോയി. ഉടനെ ആ സ്ത്രീ അവളെ വിളിച്ച സ്ഥലം ചൂണ്ടിക്കാണിച്ചു. ബെർണദീത്ത ആ സ്ഥലത്ത് ഇളക്കി നോക്കി. ഉടനെ അവിടെ നിന്നൊരു ഉറവ പുറപ്പെട്ടു. ആ സ്ത്രീ പറഞ്ഞതുപോലെ അവൾ ചെയ്തു. 4 ദിവസങ്ങൾക്ക് ശേഷം ലൂയി ബുറിയറ്റ് എന്ന അന്ധനായ കല്ലുവെട്ടുകാരൻ ആ ഉറവയിൽ മുഖം കഴുകാനെത്തുകയും ഉറവയിലെ ജലം കണ്ണിൽ തെളിച്ചപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച ലഭിക്കുകയും ചെയ്തു. ദിനംപ്രതി ആ ഉറവയിൽ നിന്നും
2000 ഗാലൻ വെള്ളം വന്നുകൊണ്ടിരുന്നു. 1858 മാർച്ച് 25 മംഗളവാർത്ത തിരുനാൾ ദിവസം ബർണദീത്തായ്ക്ക് കാണപ്പെട്ടുകൊണ്ടിരുന്ന യുവതി അമലോത്ഭവ എന്നാണ് തൻ്റെ പേരെന്ന് വെളിപ്പെടുത്തി. ജൂലൈ 16 അവസാന ദർശനം. ലോകത്തിൽ പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ 1-ാം സ്ഥാനം ലൂർദിനാണ്. ദിവസം തോറും അവിടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ജപമാല പ്രദക്ഷിണവും നടത്തുന്നുണ്ട്. തിരുനാൾ ദിവസങ്ങളിൽ ഇവിടെ അനേകം രോഗശാന്തികൾ നടക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ദിനംപ്രതി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ലൂർദിലെ അത്ഭുത മാതാവിനെ കാണുവാനും വണങ്ങുവാനും രോഗശാന്തിക്കായും അവിടെ പോകുന്നത്. പലവിധ അത്ഭുതങ്ങളും അടയാളങ്ങളും സാക്ഷ്യങ്ങളും അവിടെ നിന്നും നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. രോഗശാന്തിക്കായി ലൂർദിലെ അത്ഭുത ഉറവയിൽ നിന്നും ജലം ശേഖരിക്കുന്നവരും വളരെയധികമാണ്. ഇതെല്ലാം മാതാവ് നമ്മെ കനിഞ്ഞനുഗ്രഹിച്ച അനുഭവങ്ങളാണ്. വിശുദ്ധ ബർണദീത്ത പുണ്യവതിയെ പോലെ നമുക്കും മാതാവിനോട് ചേർന്ന് നിൽക്കുക. നമ്മുടെ ജീവിതത്തിലും മാതാവിന് സ്ഥാനം കൊടുക്കുക. അപ്പോൾ നമ്മളും ബർണദീത്ത പുണ്യവതിയെ പോലെ തന്നെ മാതാവിന് പ്രിയമുള്ളവളായിത്തീരും. നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ലൈക്കും ഷെയറും ചെയ്യുവാൻ മറക്കരുതേ. അപ്പോൾ ഞാനിടുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഈശോ മിശിഹായ്ക്ക് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.